രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറി ഒരു സെറ്റ് ഇടിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഞാൻ കഴിച്ചു കഴിയുന്നു, അവർക്ക് പൈസ കൊടുക്കുന്നു, പോകുന്നു. അതിനേക്കാൾ അപ്പുറം ഒരു കമ്മിറ്റ്മെൻറ്റും ഹോട്ടലുകാരുമായിട്ടില്ല. ശരിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കിച്ചണിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയത്താണല്ലോ നമുക്കിങ്ങനെ ഓരോ ചിന്തകൾ വരിക. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിലിങ്ങനെ പുഴുങ്ങുന്നൊരവസ്ഥയാണ്. സൗദിയിലെ ചൂട് നല്ല ഒരു ചേമ്പ് പുഴുങ്ങുന്ന രീതിയിലാണ് ഇപ്പോൾ, ഒരു പുഴുക്കാണല്ലോ ഉള്ളത്. അത്രയും ആളുകൾ അവിടെ സേവനം ചെയ്യുന്നത്. ശരിക്കും അവരവരുടെ ജോലി ചെയ്യാണ്, നമ്മൾ അവർക്ക് പൈസയും കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള സേവനമാണല്ലോ ശരിക്കും നമ്മളുടെ തീന്മേശയിലേക്ക് ഭക്ഷണം എത്തുന്നത്. അത് ഏതെല്ലാം സ്ഥലത്ത് നിന്ന് വന്നിട്ടാണ് നമ്മളിലേക്ക് എത്തുന്നത്, അതിൻ്റെ ആഴത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്നതിലുപരി നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവണ്ടേ? മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ പിശുക്ക് കാണിക്കുന്ന ഒരു സംഗതിയാണ് നന്ദി പറയുക. എന്തൊരു കാര്യം ചെയ്താലും നമ്മൾ നന്ദി പറയൽ വളരെ കുറവാണ്. എന്നാൽ പറയുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. അപ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കേണ്ടത്, ഞാൻ അങ്ങനത്തെ ആളാണോ, അല്ലെങ്കിൽ നമുക്ക് നന്ദി പറയണ്ടേ? നമ്മൾ നന്ദി പറയാൻ തുടങ്ങണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഖുറാനിലൊരു വാക്കുണ്ട്, ലൈൻ ഷക്കർത്തും ല അസീദന്നക്കും. നിങ്ങൾ എത്രത്തോളം നന്ദിയുള്ളവരാണ് അത്രയും നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ കൂടുതൽ കൂടുതൽ തന്നുകൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഐശ്വര്യങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളതിന് നന്ദിയുള്ളവരാവണം. എൻ്റെ അടുത്ത് 10 ലക്ഷം റിയാലുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്, ആ സമയത്ത് ഹോട്ടലോ റെസ്റ്റോറൻറ്റോ ഒന്നും അവിടെ ഇല്ലെങ്കിൽ എനിക്കെങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റും? അത് നമ്മൾ അത്രയും ചിന്തിച്ചാൽ മതി. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരിലൂടെയാണ് നമ്മളിലേക്ക് എത്തുന്നത്. എല്ലാ മനുഷ്യരും നമുക്ക് ആവശ്യമാണ്, എല്ലാവരും കണക്റ്റഡാണ്. എന്നാൽ ഈ ആളുകളുടെ സേവനം കൊണ്ട് മാത്രമേ നമ്മളിലേക്ക് ഏത് കാര്യങ്ങളും എത്തുന്നുള്ളൂ. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും വേണം, എല്ലാവരോടും നല്ല കരുണയോടുകൂടി പെരുമാറാനും എല്ലാവരെയും നമുക്ക് പരിഗണിക്കാനും അവർക്കൊക്കെ നന്ദിയുള്ളവരായി മാറാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഐശ്വര്യങ്ങൾ കിട്ടുന്നത് ആർക്കാണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.